നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. ഫൈവ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, ദ ചാരിയറ്റ്, ഫൈവ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ റീഡിങ്ങിൽ ബോട്ടമായിട്ട് വന്നിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. ഇത് മനസ്സിലെ കടുത്ത വേദനയും വേർപിരിയലുമാണ് സൂചിപ്പിക്കുന്നത്. ഭൂതകാലത്തിൽ സംഭവിച്ച പെട്ടെന്നുള്ള വേർപിരിയൽ, വഞ്ചന അല്ലെങ്കിൽ ഹൃദയം തകരുന്ന രീതിയിലുള്ള തർക്കങ്ങൾ കാരണം ഉണ്ടായ ആഴത്തിലുള്ള മുറിവിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയപ്പോൾ അവർക്കുണ്ടായ തിരിച്ചറിവും ആ വേർപിരിയൽ ഉണ്ടാക്കിയ നിരാശയും വേദനയും ഇപ്പോഴും അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്ന് ഈ കാർഡ് വ്യക്തമാക്കുന്നു. അവർ വരുത്തിയ തെറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ സംഭവിച്ച വിള്ളലുകളെക്കുറിച്ചോ ഉള്ള ചിന്തകൾ അവരുടെ മനസ്സിനെ ഇപ്പോഴും അസ്വസ്ഥമാക്കുന്നുണ്ട്. ആ ആഴത്തിലുള്ള വേദനയിൽ നിന്നാണ് അവർക്ക് ഈ ബന്ധത്തിൻ്റെ മൂല്യം മനസ്സിലാകുന്നത്. ഇവിടെ 5 ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് സോർഡ്സ് എന്നീ കാർഡുകൾ വന്നിട്ടുണ്ട്. ഇത് അവരുടെ പശ്ചാത്താപവും നഷ്ടബോധത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോയതിലും ബന്ധത്തിലുണ്ടായ തകർച്ചയിലും അവർ കടുത്ത സങ്കടത്തിലാണ്. ജയിക്കാൻ വേണ്ടി നടത്തിയ തർക്കങ്ങളോ ദേഷ്യത്തിലെടുത്ത തീരുമാനങ്ങളോ ഒടുവിൽ ഇരുവർക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് എന്ന് തിരിച്ചറിവ് ഇന്നവർക്കുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എവിടെയാണ് തെറ്റുപറ്റിയത് എന്നോർത്ത് അവർ നിരന്തരം വിഷമിക്കുന്നു. കിട്ടാതെ പോയതിനെയോ നഷ്ടപ്പെട്ടതിനെയോ ഓർത്ത് നിലവിളിക്കുന്ന അവസ്ഥയാണിത്. വാശി കാണിച്ചതുകൊണ്ട് ഒന്നും നേടാനില്ലെന്നും പകരം നല്ലൊരു ബന്ധം തകരുകയാണ് ചെയ്തതെന്നും അവർ മനസ്സിലാക്കുന്നു. മനസ്സിൽ വലിയൊരു വിഷമവും സ്വയം പഴിക്കലുമുണ്ട്. തർക്കങ്ങളിലും വാശിയിലും ജയിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി വലിയ പശ്ചാത്താപത്തിലും സങ്കടത്തിലുമാണ് അവർ ഇപ്പോൾ. തൻ്റെ ഈഗോയും തെറ്റായ പെരുമാറ്റവും കാരണമാണ് ഈ ബന്ധം തകർന്നത് എന്ന കടുത്ത കുറ്റബോധം അവരെ അലട്ടുന്നുണ്ട്. ഈ സ്പ്രെഡിൽ ദ ചാരിയറ്റ് വന്നിട്ടുണ്ട്. ഇത് കഥയുടെ ഗതി മാറ്റുന്ന പ്രധാന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മുൻപത്തെ കാർഡുകൾ പറഞ്ഞ കടുത്ത സങ്കടത്തിൽ നിന്നും തോൽവി സമ്മതിച്ച അവസ്ഥയിൽ നിന്നും അവർ പുറത്തു കടക്കാൻ തീരുമാനിച്ചു എന്നാണ് ചാരിയറ്റ് കാർഡ് കാണിക്കുന്നത്. ഈ ബന്ധം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ലെന്നും എന്തെങ്കിലും ചെയ്ത് അത് വീണ്ടെടുക്കണമെന്നും അവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. തടസ്സങ്ങളോ സ്വന്തം ഈഗോയോ ഇനി വഴി തടയില്ല എന്ന തീരുമാനത്തോടെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ചുവടുകൾ വയ്ക്കുന്നു. ഒരു വശത്ത് ഭയവും കുറ്റബോധവും മറുവശത്ത് നിങ്ങളോടുള്ള സ്നേഹവും ആകർഷണവും. ഈ രണ്ടിനെയും സമർത്ഥമായി നിയന്ത്രിച്ച് പോസിറ്റീവായ ദിശയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ സ്പ്രെഡിൽ പേജ് ഓഫ് കപ്സും കിങ് ഓഫ് കപ്സ് എന്നീ 2 കാർഡുകൾ വന്നിട്ടുണ്ട്. ഇത് മനോഹരമായ ഒരു മാറ്റത്തെയും സ്നേഹത്തിൻ്റെ ആഴത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. സ്നേഹം നിറഞ്ഞ ഒരു സന്ദേശവുമായി എത്തുക, മാപ്പ് ചോദിക്കുക അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഒരു മാപ്പ് പറയുക എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. വളരെ കുട്ടിത്തവും നിഷ്കളങ്കവുമായ മനസ്സോടെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ആഗ്രഹമാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഇവിടെ കിങ് ഓഫ് കപ്സ് ആഴത്തിലുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. ഇത് വെറുമൊരു താൽക്കാലിക ആവേശമല്ല,
മറിച്ച് മാനസിക പക്വതയോടെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാനും പങ്കാളിയെ മനസ്സിലാക്കാനും ഇവർക്കിപ്പോൾ കഴിയും. ഇനി നിങ്ങൾക്ക് സ്നേഹവും സംരക്ഷണവും നൽകാൻ അവർ തയ്യാറാണ് എന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഈ സ്പ്രെഡിൻ്റെ ഏറ്റവും അവസാനത്തെയും പൂർണ്ണത നൽകുന്നതുമായ കാർഡാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. മുൻപ് സംഭവിച്ച തെറ്റുകൾ തിരുത്തി സാവധാനത്തിലും എന്നാൽ ശക്തമായ അടിത്തറയോടും കൂടി ഈ ബന്ധം പുതിയതായി തുടങ്ങാൻ അവർ തയ്യാറാണ്. ആ സ്നേഹം വെറും വാക്കുകളല്ല, മറിച്ച് വീണ്ടും ഒരുമിച്ച് ജീവിക്കാനും ശക്തമായ ഒരു ബന്ധം പണിയാനുമുള്ള പ്രായോഗികമായ ഉറപ്പാണ് ഈ കാർഡ് നൽകുന്നത്. വേദനയും അകൽച്ചയും ഉണ്ടാക്കിയ മുറിവുകൾക്ക് ആശ്വാസമായി ആത്മാർത്ഥമായ സ്നേഹത്തോടെയും ഉറപ്പുള്ള വാഗ്ദാനങ്ങളോടെയും അവർ നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു. കഴിഞ്ഞ കാര്യങ്ങളെക്കാൾ ഇനി കെട്ടിപ്പടുക്കാൻ പോകുന്ന പുതിയ തുടക്കത്തിലാണ് നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത്. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.